വഴി മാറടാ. വഴി മാറടാന്നോ? ആര്? ഞാനോ? ഓർമ്മയില്ലേ നിനക്കെന്നെ? നിന്റെ പെങ്ങളുടെ മാനം കെടുത്തി, നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ്റെ ചോര വീഴ്ത്തി, നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയച്ച ആ പഞ്ഞിക്കാരനെ ഓർമ്മയില്ലേ? ഇതയാളാ, ആ പഴയ പഞ്ഞിക്കാരൻ. മാറ്, നീ എനിക്ക് വേണ്ടി വഴി മാറ്. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി നിനക്ക് ഈ നാട്ടിൽ നിന്ന് ഓടേണ്ടി വരും. അല്ലെ നിന്റെ കുടലെടുത്ത് ഞാൻ കത്തിക്കും. മനസ്സിലായോടാ പട്ടി? എന്താടാ നോക്കുന്നത്? സംശയമുണ്ടോ നിനക്ക്? എനിക്കതിന് കഴിയൂടാ. ഇപ്പോ എന്നോടല്ലടാ പറഞ്ഞത് വഴി മാറാൻ. നീ എന്നെ കൊല്ലാൻ പോവാ? ദേവാ, നീ നിന്റെ ബുദ്ധി ഉപയോഗിക്കേ. ആ തോക്കിൽ ആകെ ഒരുണ്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൊല്ലാതെ ഈ കാട്ടുവള്ളിക്ക് വെടിവെക്കേ. ഒന്നും തെറ്റരുത്. വെടികൊണ്ട ഈ വള്ളി പൊട്ടി നിന്റെ അച്ഛൻ രക്ഷപ്പെടും. ആലോചിച്ച സമയങ്ങളല്ലേ, നിന്റെ അച്ഛനെ രക്ഷിക്കേ. അടുത്തത് നീയാ. നീ ഉത്സവം കഴിഞ്ഞ ആളുകൾ വരിക. അവരോട് ഞാൻ പറയും നിന്റെ അച്ഛനെ കൊന്നത് നീയാണ്. ഞാൻ പറയും, അവർ നിന്നെ പിടിച്ച് പോലീസിലേൽപ്പിക്കും. പോലീസിന്റെ കൈ കിട്ടിയാ തീർന്നു. രക്ഷപ്പെടണമെങ്കിൽ ഓടിക്കോ. രക്ഷപ്പെടണോ? ഓടിക്കോ, ഓടിക്കോ. അവർ വരുന്നതിന് ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. വേഗം ഓടിക്കോ. വെൽ ഡൺ അർച്ചന. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നീ അയാളെ എത്തിച്ചു. ആ പഴയ പഞ്ഞിക്കാരനെ ഞാനത് കണ്ടു. ഫൈൻ. മൈ ഡ്യൂട്ടി ഈസ് ഓവർ. ഗെറ്റ് മീ ദ ക്യാഷ്. ഓഫ് കോഴ്സ്. ചോദിച്ച പണമുണ്ട്. താങ്ക് യു. ഒരു കാര്യം കൂടി നീ എനിക്ക് ചെയ്തു തരണം. എന്താ വേണ്ടത്? പറയാം. ഒന്ന് മാടി. എന്താ ജോസഫേ, എന്താ പ്രശ്നം? നിങ്ങളുടെ വോട്ട് കമ്പനി നടത്തിയിരുന്ന ഫാഷൻ രീതിയില്ലേ, അതിന് 3-4 ദിവസമായിട്ട് കാണാനില്ല. അതിന്റെ ആഭരണം ചെരുപ്പൊക്കെ ഇവിടുന്ന് കിട്ടി. ആ പെണ്ണിന് എന്തോ അപകടം പറ്റുന്ന ഉറപ്പാ. ഫാഷൻ ലേഡികളുടെ കാര്യമൊക്കെ എത്ര തന്നെ ഉള്ളോട്ടാ. ചത്ത തന്നെയാണോ? അപകടമല്ല, കൊലപാതകം.
പഞ്ഞിക്കാരൻ ആ പെണ്ണിന്റെ സ്വത്തും പണവും സ്വന്തമാക്കാൻ അവളെ പുഴയെ താത്തി കൊന്നു. എന്തൊക്കെ നീ പറയണേ? പണ്ട് പഞ്ഞിക്കാരൻ ഒരു കഥ ഉണ്ടാക്കിയതായി നീ എന്നോട് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു കഥ ഇവിടെയും ഉണ്ടാവണം. എന്താ യൂസഫേ, എന്താ അവൻ പറഞ്ഞത്? ഒന്നും പിടികിട്ടിയില്ല, പക്ഷെ ഒന്ന് പിടികിട്ടി. അവനാണല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തെറ്റാ, അവനാണ്. പുഴയിൽ നിന്ന് ഞാൻ കാരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടാന്നുള്ളത് നേരാ. പക്ഷേ എവിടെയാ പെൺകുട്ടി? അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ സാർ, കഴിഞ്ഞ തിങ്കളാഴ്ച നേരം വെളുത്തപ്പോൾ മുതൽ അവളെ കാണാനില്ല. അവളിപ്പോ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മിസ്റ്റർ പഞ്ഞിക്കാരൻ, നാട്ടുകാർ പറയുന്നത് തന്നെ ഞങ്ങൾ സംശയിക്കുന്നു. സ്വത്തിനും പണത്തിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൂടപ്പുറത്തെ പെണ്ണിനെ നോക്കണ്ട. കൊലപാതകം സംബന്ധിച്ച് എന്തെങ്കിലും തെളിവ് ലഭിച്ചാ ഞങ്ങൾ വീണ്ടും വരും. അന്ന് പിന്നെ ഇങ്ങനൊന്നും ആയിരിക്കില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുക. പണിക്കാരനെ അറസ്റ്റ് ചെയ്യാത്തത് ഹലോ സർ, ഞാൻ ഷീബയാണ്. മോഹിനി മാഡത്തിന് ഒന്നും പറ്റിയിട്ടില്ല. ഉത്സവം നടക്കുന്ന ആ കാവുണ്ടല്ലോ, ആ കാവിനപ്പുറത്തുള്ള കാട്ടിൽ മോഹിനി മാഡം സാറിനെ കാത്തു നിൽക്കുക. സർ എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ചെല്ലണം. ഒക്കെ മാഡം പറയും. കഴിവറുടെ മോനെ, നിനക്കറിയില്ല പഞ്ഞിക്കാരനെ. നിന്റെ കാലെ പിടിച്ച് വലിച്ചു കീറി കൊന്നുകളായി ഞാൻ. എനിക്ക് ജീവിക്കണോടാ. അതിനൊരു തടസ്സമായി നിൽക്കാൻ നിന്നെ അനുവദിക്കില്ല ഞാൻ. പോ, നിന്റെ അച്ഛൻ പോയി അതേ വഴിയെ നീയും പോ.
പോടാ പോ. ഓട്ട് കമ്പനിയിൽ മണ്ണ് ചുമന്ന് നടന്ന നിന്നെ യൗവനത്തിലേക്കും സമ്പത്തിലേക്കും തിരിച്ചു കൊണ്ടുവന്നത് ആ മോഹിനി വർമ്മയാണെന്ന് വിചാരിച്ചു അല്ലേ? വിഡ്ഢി. ആ പെണ്ണ് ഞാൻ നിന്റെ നെഞ്ചിന് നേരെ എറിഞ്ഞ ഒരു ചൂണ്ടക്കുളത്തായിരുന്നു. എനിക്ക് നിന്നെ വേണമായിരുന്നു. കണ്ണീര് കൊണ്ട് എന്റെ കാൽ കഴുകിയ നിന്നെയല്ല, എല്ലാ ശക്തിയും എടുത്ത് എന്റെ നേരെ കുതിക്കുന്ന നിന്നെ, എന്റെ പെങ്ങടെ മാനം കെടുത്തി എന്റെ അച്ഛനെ എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലിച്ച നിന്നിലെ ആ മൃഗത്തെ എന്റെ കയ്യിൽ ഈ തോക്കേൽപ്പിക്കുമ്പോ നീ ഉരുവിട്ട് പഠിപ്പിച്ച പാഠമില്ലേ? വീണ് കിടക്കുന്ന മൃഗത്തെ കൊല്ലരുതെന്ന്. എല്ലാ ശക്തിയും എടുത്ത് കുതിക്കുമ്പോ വേണം കൊല്ലാനെന്ന്. അതിന്റെ രസം, ഹരം അതൊന്ന് വേറെയാണെന്ന്. ഇപ്പോ നിനക്ക് നിന്റെ എല്ലാ ശക്തിയും ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു. നീ വാ. നിന്നെ കൊല്ലുന്നതിന്റെ രസം, ഹരം അത് ഞാനും ഒന്ന് അറിഞ്ഞോട്ടണം. ഈ മരം നിനക്ക് ഓർമ്മയുണ്ടോടാ? ഉണ്ടോടാ? എന്നെ കൊല്ലരുത്. എന്നെ ഒന്നും ചെയ്യരുത്. ഒരുണ്ടേ ഉള്ളൂ. പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ നീ. എന്നെ കൊല്ലരുത്. ദേവാ